തരും ആർക്ക് തരും ആർക്ക് തരും ഓ പഞ്ചാര പാല് മിഠായി പുഞ്ചിരി പഞ്ചാര പാല് മിഠായി ആർക്ക് തരും ആർക്ക് തരും ആർക്ക് തരും ഓ പഞ്ചാര പാല് മിഠായി. മുട്ടായി ബഷീർ, പാപ്പൻ്റെ പേര് മുട്ടായി അബൂബക്കർ. അതാണ് നമ്മൾ അഡ്രസ്സ് അത് തന്നെയാണ്. ഞാൻ ഈ കച്ചവടം കഴിഞ്ഞിട്ട് 50-52 കൊല്ലമായി. എന്നെ പരിചയമില്ലാത്ത ഞാൻ മുട്ടായി ബഷീർ എന്ന് എല്ലാവർക്കും അറിയാം. 67 വയസ്സായി. കോഴിക്കോട് ജില്ലയിൽ മൊഹദാർ സൗത്ത് ബീച്ച്, സൗത്ത് ബീച്ചിൻ്റെ നേരെ കിഴക്ക് ഭാഗത്ത് മൊഹദാർ. നമ്മൾ വാപ്പാണ് മെയിൻ ഇതിൻ്റെ ആള്. വാപ്പ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. നാഗൂര് പോയിട്ട് നാട് വിട്ട് പോയിട്ട് അവിടുന്ന് മുട്ടായി കച്ചവടം ചെയ്ത് പഠിച്ച് വന്നങ്ങോട്ട് കേരളത്തിലേക്ക് വന്ന് പിന്നെ നമ്മൾ പിന്നെ എനിക്ക് ഏട്ടനിക്ക് അഞ്ചനിക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്ത മുപ്പൻ. വാപ്പ പോയി പഠിച്ചിട്ട് 3-4 കൊല്ലം കൊണ്ട് വന്നത്. വാപ്പ അവിടെ പോയി പഠിച്ച് കൊണ്ട് വന്നതിൻ്റെ ദിവസമാണ് നമുക്ക് പഠിപ്പിച്ചത്. 4 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് അന്നേരമൊക്കെ ഓർമ്മ ഉണ്ട്. വാപ്പ പോയിട്ട് കച്ചവടം ചെയ്തിട്ടാണ്. അന്നേരമൊക്കെ നമ്മൾ ചെറുതാ. നമ്മൾ ആ കച്ചവടം കൊണ്ടിട്ട് തന്നെ നമ്മളെ നോക്കിയത്. കേരളത്തിൽ ഞാനും അനുജനേ ഉള്ളൂ, വേറെ ആരുമില്ല. കേരളം വിട്ടിട്ടുണ്ടാവും. പാകിസ്ഥാനിൽ, ഇന്ത്യ, മറ്റേ ഗുജറാത്തിൽ, ഇവിടെയൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് ഒറ്റയും തെറ്റിയൊക്കെ. രണ്ടാമതായിരിക്കും പഠിപ്പിൽ വെച്ച് വലിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും അധ്വാനം ഇല്ല എന്നാണ്. അധ്വാനം നല്ലോണം ഉണ്ട്. നോക്കുമ്പോൾ വലിച്ചിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. മയില്, വാച്ച്, തേള്, ആന, വിമാനം, സൈക്കിൾ, മോട്ടോർ സൈക്കിള്, പാമ്പ്, തേള്, സൈക്കിൾ. ഇപ്പോൾ കുട്ടികൾ പറയുന്നതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതായത് പഞ്ചാരപ്പാലും മിഠായി തിന്നാലും ടേസ്റ്റ് ഉണ്ടാവും. മറ്റേ ഇത് ഓരോ മിഠായിനെ കൊണ്ട് പല ആകൃതി ഉണ്ടാക്കി കൊടുക്കാറില്ല നമ്മൾ. അത് ഉണ്ടാക്കുന്നതിനാണ് പൈസ. 3 പൈസ 2 പൈസ പിന്നെ അങ്ങനെ അങ്ങനെ കൂടി കൂടി ഇപ്പോൾ 10 രൂപ 20 രൂപ മേലെത്തി. മോട്ടോർ സൈക്കിൾ 30 രൂപ, ആന 20 രൂപ, മൈൽ 20 രൂപ, വാച്ച് 10 രൂപ, അങ്ങനെ പല ഐറ്റംസ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ മിഠായി ഉണ്ടാക്കുന്നതിനാണ്, അതിനാണ് പൈസ. അല്ല മിഠായിക്കല്ല, ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ആഴ്ചയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ആകും. കച്ചവടം ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം, അല്ലെങ്കിൽ 1 പ്രാവശ്യം. 12 കിലോ പഞ്ചാര, 1 ചെറുനാരങ്ങ, പിന്നെ ഒരു 8 ഗ്ലാസ് വെള്ളം, വെളിച്ചെണ്ണ തട്ടിൽ പാല് വെട്ടാതെ വെക്കാൻ. മെയിനായിട്ട് ചെറുനാരങ്ങാണ് അതിൻ്റെ ഇത്. ചെറുനാരങ്ങൻ്റെ മുകളിലാണ് വലിയുന്നത്. ചെറുനാരങ്ങ ഇല്ലാഞ്ഞാൽ അങ്ങനെ ഉറച്ചു പോകും. ചെറുനാരങ്ങാണ് അതിന് മെയിൻ. ചെറുനാരങ്ങ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ചിലപ്പോൾ ചെറുത് 2 ഒഴിക്കും, വലുത് 1 ഒഴിക്കും. 8 ഗ്ലാസ് വെള്ളം അത് അടുപ്പിൽ വെച്ച് ഇങ്ങനെ കാച്ചിയെടുത്ത് കുറേ തട്ടിൽ പാർന്ന് പിന്നെ ആണിവിലിട്ട് അടിച്ച് പെട്ടിയിലാക്കി ശരീരം വെള്ളമായി പോകും. 2 ആൾ വേണം അത് ചെയ്യാൻ. മാറി മാറി ഇല്ല. നമ്മൾ വാപ്പി അഞ്ചിനൊക്കെ ഉണ്ടാകുമ്പോൾ മാറി മാറി ചെയ്യലുണ്ട്. ഏട്ടനൊക്കെ ഉണ്ടാകുമ്പോൾ പോലൊക്കെ ഇല്ല. 3-4 മണിക്കൂർ പിടിക്കും, 4-5 മണിക്കൂർ പിടിക്കും. കളറാണ് അതിൻ്റെ മെയിൻ ഷോ എടുക്കുന്നത്. അത് 3 ലൈനിൽ കളറിങ്ങനെ വരും ലാസ്റ്റ് വരെ. പഞ്ചാര ആദ്യം കാച്ചിയെടുത്തപ്പോൾ വെള്ളം കറുപ്പ് കളറേ, പിന്നെ അടിച്ച് പാലിൻ്റെ കളറാക്കി ഇങ്ങനെ എടുക്കുക. പാലിൻ്റെ കളറാക്കി ഇങ്ങനെ അടിച്ചടിച്ച് എത്രയും അടിക്കുന്ന അത്രയും നമുക്ക് കൂടും. അപ്പം അടി ഒരാളും കൂടി ഉണ്ടെങ്കിൽ മുട്ടായി ഇങ്ങനെ ആളം ചൂടോടെ അടിക്കണം. ചൂടാറി കഴിഞ്ഞാൽ പിന്നെ കല്ലുപോലായി. അത് ആണിമരിട്ട് അടിക്കണതാണ്. ആണി വേപ്പൊരു ഉരുവിന് അടിക്കാൻ വലിയ ആണി വെച്ച് അടിച്ചാൽ ആ ആണിക്ക് 10, 30, 35, 40 കൊല്ലത്തെ പഴക്കമുണ്ട്. കുറച്ച് ഒരു 1.5 കിലോ 2 കിലോ പഞ്ചാരൊക്കെ ആണെങ്കിൽ കൈമലിട്ട് അടിക്കാം. 5 കിലോ 10 കിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ അടിക്കാൻ കഴിയില്ല. ആണിമരിട്ട് അടിക്കുമ്പോൾ നല്ലോണം ഇതായിട്ട് വരും. മറ്റത് 2 കിലോ 1 കിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ കൈമലിട്ട് അടിച്ചിട്ട് വേണം. പാപ്പൻ്റെ ഇതിങ്ങനെ പ്രത്യേകിച്ച് ഒരു അടിയാണ് കൈമലിട്ടിട്ട്. ഈ അടി നമുക്ക് കിട്ടിയിട്ടില്ല. അത് പഠിക്കാൻ കഴിയില്ല. ബാക്കിയൊക്കെ പഠിച്ച് പാപ്പൻ്റെ ഈ വെരണ്ടുമലിട്ടിട്ട് ഇങ്ങനെ അടിക്കലുണ്ട്. അത് നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല. പതിയം ബീച്ചിലാണ്. സ്കൂളിലും ബീച്ചിലും നടന്നു പോകും. ഇത് സ്കൂളില്ലാത്ത ദിവസം, ഞായറാഴ്ചയും വെള്ളി ശനി ഞായർ സ്കൂളില്ലാത്ത ദിവസം നടന്നു കച്ചവടം ചെയ്യും. അല്ലാത്ത ദിവസം പോയിട്ട് കാര്യമില്ല. വൈകുന്നേരം പോയാൽ കച്ചവടം കിട്ടും. വൈകുന്നേരം ബീച്ചിൽ പോയൊരു ഒരു 4 മണിക്ക് ഇറങ്ങിയ ഒരു 10 മണി വരെ നിന്നാൽ കച്ചവടം കിട്ടും. ചിലപ്പോൾ രാത്രിയാവും, ചിലപ്പോൾ രാവിലെ പോവും. കച്ചവടത്തിന് സമയമൊന്നുമില്ല, അതിൻ്റെ സമയമൊന്നുമില്ല. ആര് കണ്ടാലും തിന്നും, പോവില്ല. കണ്ടാലും അപ്പം നിൽക്കും. നമ്മളെ പാപ്പ പാട്ടുമായിട്ട് പച്ച തലയൊക്കെ ഇട്ട് ജിബൊക്കെ ഇട്ട്
പാൻ്റൊക്കെ ഇട്ട് അങ്ങോട്ട് ഇറങ്ങും. നല്ല പഞ്ചാബ് കട്ടൊക്കെ കെട്ടി. വാപ്പ പ്രത്യേകം നല്ല രീതിയിലാണ് വാപ്പ പോക്ക്. വാപ്പ പാട്ടൊക്കെ പാടിയിട്ട് സ്വർണ്ണ പല്ലൊക്കെ ഉണ്ടാവും. അന്ന് അന്ന് കാലഘട്ടത്തിൽ പാട്ട് വേണം. ഇന്നിപ്പോൾ അതൊന്നും വേണ്ട. പാടല് 2 വരിയൊക്കെ പാടില്ല. പഞ്ചസാര പാല് മിഠായി, ആരംഭ മക്കൾക്ക് പൊന്നാര മിഠായി, കുട്ടികൾ ആകർഷിക്കുന്നത് പാലിൻ്റെ ചെയ്ത മിഠായി, 5-5.5 നാഴിക നേരം വയ്യഞ്ചും പണി ചെയ്ത പഞ്ചസാര പാല് മിഠായി. ആദ്യം മുളമല് വടിമ ചുറ്റിയിട്ടാണ് വിൽക്കല്. ഇപ്പോഴാണ് പെട്ടിയായത്. നമ്മളെ വാപ്പ പണ്ട് മുളൻ്റെ മുകളിൽ ചുറ്റിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവർ പൊതിഞ്ഞിട്ടാണ് വിൽക്കല്. ആൾ വരെ ഒരു പീപ്പിളില്ല വിളിച്ച നല്ല സൗണ്ടാണ്. ആൾക്കാർ അറിയും വന്നാൽ. പിന്നെ കൊയിലാണ്ടി നിന്നാണ് കച്ചവടം തുടങ്ങണത്. പാപ്പ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് മുട്ടായി എടുത്ത് തരുന്നത്. ഉത്ഭവം കൊയിലാണ്ടി നിന്നാണ്. പിന്നെ അങ്ങനെ എല്ലാം ഇവിടുത്തെ തമിഴ്നാട്ടിലും എല്ലാ സ്ഥലത്തും പോകും മുട്ടായിട്ട്. കേരളം വിട്ടിട്ടും പോയിക്കണം. വണ്ടി ട്രെയിനിന് പോകും. എന്നിട്ട് അവിടെ പോയി കച്ചവടം ചെയ്യും. അവിടെ മാസക്കണക്കിന് നിൽക്കും. തമിഴ്നാട്ടിലൊക്കെ പോകും. അവിടെ റൂമെടുത്ത് നമ്മൾ നിൽക്കും. എന്നിട്ട് മുട്ടായി ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് അവിടെ കച്ചവടം ചെയ്യും. 1 മാസം 2 ആഴ്ചയൊക്കെ പിന്നെ അവിടുത്തെ വേറെ സ്ഥലത്ത് പോകും. ഇങ്ങനെ അങ്ങനെ മാറി മാറി പോകും. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കൊയിലാണ്ടി പോയാൽ കൊയിലാണ്ടി കഴിഞ്ഞാൽ വടകര പോകും. വടകരയിൽ നിന്ന് പിന്നെ തലശ്ശേരി പോകും. തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർ, പിന്നെ കാസർഗോഡ്. ഇങ്ങോട്ട് പോയാൽ താന്നൂർ, തിരൂർ, പരപ്പനങ്ങാടി, കൂട്ടായി, പൊന്നാനി, അങ്ങനെ ചാവക്കാട് വരെ അങ്ങനെ പോയി. തമിഴ്നാട്ടിൽ പോയി കച്ചവടം ചെയ്ത് വരുമ്പോൾ മറ്റേ ബസ്സില്ലായിരുന്നു. കടൽ പുഴ വഴി നീന്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. മുട്ടായെടുത്ത് തോളിൽ വെച്ചാണ്ട് ഇതുകൊണ്ട് നീന്തി ഇങ്ങോട്ട് അക്കരെ പിടിച്ച്. അത് തോണിയില്ല. അന്നൊക്കെ കടവാണല്ലോ കുത്തുന്നത് വെള്ളത്തിൽ. അന്ന് കടലിൽ പോണ തോണിയാണ് അക്കരെ ഇക്കരയും കിടക്കാൻ. അപ്പോൾ കച്ചവടം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ബന്ധായി പോയി. ബസ്സും ഇല്ല. അക്കരെ കിടക്കും വേണം. ഞാൻ എന്താക്കി മുട്ടായൊക്കെ കൂടി എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് ഒരു കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ നീന്തിയിട്ട് അക്കരെ പിടിച്ചു. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നെ അങ്ങനെ നടത്തുന്നത് തന്നെ നേരമ്പോഴത്ത് നടക്കുക. പിന്നെ വണ്ടി, സൈക്കിള്, സ്കൂട്ടറൊന്നും എനിക്ക് അറിയില്ല. നടക്കൽ തന്നെ പണി. രാവിലെ തൊട്ട് നടക്കും, വൈകുന്നേരം വരെ നടക്കൽ തന്നെ. പിന്നെ അതിലൊക്കെ പള്ളിയിൽ കയറും, നിസ്കരിക്കും, കുറച്ചിരിക്കും. അങ്ങനെയൊക്കെ കൂടിയായിട്ട് അങ്ങനെ പോകുന്നു. പഞ്ചാര പാല് മിഠായി, പുഞ്ചിരി പഞ്ചാര പാല് മിഠായി, പാർട്ടി തരും പാർട്ടി തരും പാർട്ടി തരും ഓ പഞ്ചാര പാല് മിഠായി, പുഞ്ചിരി പഞ്ചാര പാല്. ആരും കണ്ടാലും വേഗം നമ്മളടുത്ത് ഉള്ള ഈ സാധനം തോന്നുമ്പോൾ കിട്ടൂല. കണ്ടാൽ അപ്പം തിന്നണം ഞാൻ പറയും. തോന്നുമ്പോൾ സാധനം ചോദിച്ചപ്പോൾ ആരുടെ വേറെ ആളത്ത് പോയാലൊന്നും കിട്ടൂല. ഞാൻ ചെറിയ കുട്ടിയൊക്കെ കൊടുത്ത പോലെ തിന്നതിൻ്റെ രസം പിന്നെ പോലെ മക്കൾ തിന്നിപ്പോൾ നിങ്ങൾ തിന്നതിൻ്റെ രസം നമ്മളെ മക്കൾക്ക് പിന്നെ മെയ് കൊടുക്കുന്നത്. അങ്ങനെ പറയുന്ന ആൾക്കാർ നമ്മൾ കുറേ തിന്ന് വിസർക്കാക്കുക. നമ്മൾ നിങ്ങളെ ചെറിയ പ്രായത്തിൽ ഇപ്പം നമ്മളെ പ്രായത്തിൽ ഇപ്പം മക്കളതാ തിന്നത് പറഞ്ഞു. അത് തിന്നിട്ട് വന്ന് ചോദിക്കും. ബീച്ചിലൊക്കെ ഇവിടെയൊക്കെ വന്നാൽ അത്രയും ചെറിയ 52 കൊല്ലമായില്ല, 52ാമത്തെ കൊല്ലമാണ്. അപ്പം അത്രയും പ്രായമുള്ള ആൾക്കാർ എന്നോട് മുട്ടായി മേടിച്ച് തന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ചോദിക്കും ഇപ്പോഴുണ്ടോ നിങ്ങൾ മുട്ടായി വേഗം കണ്ടാൽ മുട്ടായി വേഗം കാറൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് മേടിച്ചിട്ട് പോകും. അതാണ് കച്ചവടത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ദൂരെ നിന്ന് ഒക്കെ വന്നത് കാസർഗോഡ് നിന്ന്, കണ്ണൂരിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, ആലുവയിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്നൊക്കെ വന്നത്. ഒരു കുട്ടി ഇതേപോലെ തൃശ്ശൂരിൽ നിന്ന് കരഞ്ഞ മുട്ടായി തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അല്ല ഒരു വണ്ടി എടുത്തിട്ട് വന്നിട്ട് നെയ് കൊടുക്കും. ഇത് കണ്ടപ്പോഴേ മുട്ടായി തന്നെ കിട്ടണമെന്ന് കുട്ടിക്ക് തർക്കം. അങ്ങനെ മുട്ടായി വന്ന് മേടിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഇത് കരിച്ചിട്ട് തൃശ്ശൂരിൽ നിന്ന് വന്നാന്നാണ്. പിന്നെ കച്ചവടത്തിന് ഒരു ഇതുമില്ല. പോയാലൊക്കെ കച്ചവടം, കച്ചവടത്തിന് കുഴപ്പമൊന്നും ജീവിക്കാം. ആര് വന്നാലും പഠിപ്പിച്ചു കൊടുക്കും. ആരും വരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഇത് കൊണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. മക്കളടുത്തൊന്നും ഞാൻ ആശ്രയിക്കാനൊന്നും പോകില്ല. മക്കൾ തന്നാലും വേഗം, അല്ലാതെ നമ്മൾ അധ്വാനിച്ചിരുന്ന വരെ കഴിയുന്നുണ്ട്. ഹജ്ജിനൊക്കെ പോയി ഉമറക്ക് പോയി. ഞാൻ അധ്വാനിച്ച പൈസ കിട്ടിയത് കഴിഞ്ഞ കൊല്ലമല്ല മുന്നത്തെ കൊല്ലം പോയി. നമ്മളെ കാലശേഷം നമ്മളെ മക്കളൊന്നും പഠിച്ചിട്ടില്ല. മക്കൾക്ക് പഠിക്കാൻ താല്പര്യമില്ല. പിന്നെ ഞാനിതായിട്ട് അങ്ങനെ ജീവിച്ച് പോകുന്നുണ്ട്. ഓരോ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോകണം. ആർക്കും ഇത് കൊണ്ടു നടക്കാനേ താല്പര്യമില്ലാതെ ഒരു വടിയേറ്റ് പോകുമ്പോൾ ചിലർക്ക് ഭയങ്കര കുറവാണ് മുട്ടായിട്ട് കച്ചവടത്തിന് പോകാൻ. അതാണ് അങ്ങനെ നിന്ന് പോയത്.
ഒരു ഈ വടി മുട്ടയിട്ട് പോകുമ്പോൾ ചിലവർക്ക് അത് പറ്റൂല. നമ്മളെ മക്കൾക്കൊന്നും പറ്റുന്നില്ല. നമ്മളെ മോനൊന്നും പഠിക്കാൻ വരുന്നത് തന്നെയല്ല. ആരും വന്നാൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ആരും വരുന്നില്ല. ഇതുണ്ടാക്കി പഠിക്കാൻ ആര് വന്നാലും നമ്മളെ കാലത്ത് ശേഷം ഒരാൾ വേണ്ടേ? ആരും വരുന്നില്ല. പഠിപ്പിക്കാൻ ആര് വന്നാലും ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ആരും വരുന്നില്ല. ആരും വരണ്ടേ? ആരും വരുന്നില്ല. എന്ത് ചെയ്യാനാ? ആരും വന്നാൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ആരും വരുന്നില്ല. പിന്നെ നമ്മളായിട്ട് ഇങ്ങനെ പോകണം. ആ